ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അതൊന്ന് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനും ഷാദിമോനും കൂടെ പച്ചക്കറി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് എടുക്കണമല്ലോ, തുടക്കത്തിൽ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തതാണിത്. അപ്പോൾ ഞങ്ങളിതൊരു മൂന്നാമത്തെ നിലയാണ് ഇത് 3 നിലയുള്ളൊരു ബിൽഡിങ്ങാണ്. പിന്നെ ഒരു ഫ്ലാറ്റാണ് ഇട്ടത്. അതിൽ പിന്നെ 3ാമത്തെ നിലയിലാണ് ഞങ്ങളെ റൂമുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം മോനിക്ക് ലിഫ്റ്റ് കയറാൻ പേടിയാണ്. അപ്പം സ്റ്റെപ്പ് കയറിയാൽ മതി പറഞ്ഞ് പേടിച്ചാൽ ഒന്നാമത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ കൂടെ, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഒന്നുകിലും എൻ്റെ പപ്പ അല്ലെങ്കിൽ ഇക്കാക്ക വേണം. അപ്പോൾ എനിക്ക് ധൈര്യമാണ്. അപ്പം ഇതിലെ കയറിയാൽ മതി അങ്ങനെ ഇതിലാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറി വരുന്ന അടുത്തും ലിഫ്റ്റ് ഇറങ്ങി വരുന്ന തന്നെയാണ് ഞങ്ങളെ റൂമുള്ളത്. അവിടെ ഒരു ഫ്രിഡ്ജുണ്ട് കേട്ടോ, പഴയ ഞങ്ങളെ കീഴുന്ന ഫ്രിഡ്ജായിരുന്നു, അത് മാറ്റി തന്നതാണ് അവർ. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഡോറ് തുറന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ഹാളുണ്ട്. അതിൽ 4-5 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സോഫ ഉണ്ട് കേട്ടോ. കയറി വരുന്നോട്ട് തന്നെ ചെറിയൊരു ടീപ്പോയും ഉണ്ട്. പിന്നെ ഒരു 6 ചെയറുള്ളൊരു ടേബിളുണ്ട്. അപ്പോൾ ഇവിടെ ഗ്യാസും കുറ്റി നിറച്ച് വെച്ചതാണത്. ഇവിടെ ചെറിയ സ്റ്റഡി ടേബിൾ ഉണ്ട്, അത് റൂമിലുണ്ട്. റൂമിലും വെക്കും ഇവിടെയും വെക്കും. മക്കൾ അങ്ങനെ വലിച്ച് നടക്കുക ചെയ്യുക, പുറത്ത് അങ്ങനെ കൊണ്ട് നടക്കും. പിന്നെ ഇതവിടെ കാസറോൾ നമ്മൾ രാവിലെ കഴിച്ച ഫുഡിൻ്റെ ബാക്കി തന്നെ ഉണ്ട് കേട്ടോ, അതാണ് അത് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹാളിൻ്റെത്. അത്യാവശ്യം വലിപ്പമുള്ള ഹാൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ താമസിച്ചിടത്തുള്ള ഹാളിനേക്കാളും കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ ഈ ഹാള്. അപ്പോൾ ഈ ഹാൾ തന്നെയാണ് ഫസ്റ്റ് റൂം. ആ റൂമിലാണ് ഞങ്ങളെ റൂമാണ് കേട്ടോ ഈ റൂം. ഇതിൽ പിന്നെ കട്ടിലുണ്ട്, ഒരു വാർഡ്രോബ് ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസിൻ്റെ ഒരു ടേബിളുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതിൽ 3 കല്ല് അത്യാവശ്യം വലിയൊരു അൾമാറ തന്നെയാണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹാങ്കറിലൊക്കെ പർദ്ദകളൊക്കെ തൂക്കിയിടാനും നടുവിൽ ഇതായിട്ട് തട്ടൊക്കെ ഉണ്ട്. അപ്പം അടക്കി വെക്കാനും ഒക്കെ പറ്റിയ അത്യാവശ്യം വലിയൊരു അൾമാറ തന്നെയാണ്. അതിൻ്റെ സൈഡിൽ എന്താ 2 വലിപ്പമൊക്കെ ഉള്ളൊരു കാബിനറ്റ് പോലത്തെ സംഭവം ഉണ്ട്. അപ്പോൾ ഈ റൂമിൽ നിന്നാണ് ഞങ്ങൾക്ക് ബാൽക്കണി ഉള്ളത്. ബാൽക്കണിയിലാണ് ഞങ്ങൾ വാഷ് ചെയ്തതൊക്കെ ഉണക്കാനിടുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ ഈ കർട്ടന് പൊന്തിച്ചാൽ ഒരു ഡോറുണ്ട്. ആ ഡോർ തുറന്നാൽ പുറത്തേക്കുള്ള ബാൽക്കണിയാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിന്മേലാണ് കേട്ടോ ഞങ്ങൾ വാഷ് ചെയ്തൊക്കെ ഇടാറുള്ളത്. അതൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്നായിട്ടുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. 2 റൂമും ഒരു കിച്ചണ്, ഹാള് ഇങ്ങനെയുള്ള ഇതാണ്. ബാത്റൂം ഒന്നേ ഉള്ളൂ. നമ്മൾ എല്ലായിടത്തും ഇവിടെ അധികം 2 ഉണ്ടാവില്ല, എന്തായാലും ഒന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ആദ്യം നിന്നിടത്തൊക്കെ 2 ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ബാത്റൂം വലിയ ബാത്റൂമാണ്. വേറെ ഒക്കെ നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ. ഷറഫിയാണ് ഞങ്ങൾ നിൽക്കുന്നത്, ജിദ്ദ ഷറഫിയയിലാണ്. ഷറഫിയ സിറ്റി തന്നെയാണ് കേട്ടോ. ഒക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങളടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് തന്നെ പോയി ഒക്കെ വാങ്ങാനും ആവാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് റൂം അതൊന്ന് കഴിഞ്ഞ് വന്നാൽ പിന്നെ ചെറിയൊരു പാസേജ് ഉണ്ട്. ആ പാസേജിൽ നിന്ന് മോളെ റൂമിലേക്കും പോകാം, കിച്ചണിലേക്കും പോകാം. അവിടെ തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോറുള്ളത്. അപ്പം ബാത്റൂമിൽ ഇങ്ങനെ ബാത്ത് ടബ്, വാഷിംഗ് മെഷീനൊക്കെ അതിലാണ് വെച്ചിട്ടുള്ളത്. ഒരു വാഷ് ബേസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പോയിട്ടാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് മോളെ റൂമുള്ളത് കേട്ടോ. മോളി മരുവിൻ്റെ റൂം ഇതാണ്. ഇതിൽ പിന്നെ വാർഡ്രോബില്ല, ഇങ്ങനെ സ്റ്റഡി ടേബിൾ ഉണ്ട്, ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. സാധനങ്ങളൊക്കെ അതിലും വലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മരുവിൻ്റെ റൂമിൽ ഉപയോഗിച്ചതിന് ഒരു ക്ലോത്തിൻ്റെ ഒരു അൾമാറയും കൂടെ ഇവിടെ ഉണ്ട്. അതിലാണ് മരുവിൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്നത്. മോളതും കുട്ടികളതൊക്കെ പിന്നെ ഞങ്ങളെ റൂമിലുള്ള വാർഡ്രോബിലാണ് വെക്കാറുള്ളത്. അത് വലുതാണ്, ഇത്ര വെച്ചിട്ടും അതിൽ കുറച്ച് നമ്മൾ ചുരുങ്ങിയ ഡ്രസ്സല്ലേ കൊണ്ടുവരുള്ളൂ. അതൊക്കെ ഇഷ്ടംപോലെ വെക്കാം, നല്ല മട്ടത്തിൽ വെക്കാൻ കഴിയുന്നുണ്ട്. ഇതിങ്ങനെ ഷിബുള്ളൊരു ഇതാണ് കേട്ടോ. അത് കാക്കക്കും ഉണ്ടെന്ന് കഴിഞ്ഞ അന്ന് കാക്ക വാങ്ങിയതാണത് മരം വരുന്ന സമയത്ത്. ഇതൊരു ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, മോനക്ക് എഴുതാനും കാര്യങ്ങളും മോക്കൊക്കെ പഠിക്കാനൊക്കെ അവിടെ അതിനൊരു ചെയറൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് വന്നാലാണ് കിച്ചണുള്ളത്. കിച്ചണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എല്ലാ കബോർഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലൊന്നും ഇപ്പോൾ ഇവിടെ സാധനങ്ങൾ വാങ്ങിയിടില്ലല്ലോ. ഒക്കെ പാത്രങ്ങളൊക്കെ ഇവരുടെ തന്നെ. പിന്നെ കുറച്ചൊക്കെ കാക്ക കൊണ്ടുവന്ന് കുക്കറും പിന്നെ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രമൊക്കെ വാങ്ങി അതൊക്കെ കൊണ്ടുവന്നാണ്. ബാക്കിയൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ് പാത്രങ്ങളൊക്കെ. ഇതിലോരോ കബോർഡിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ കവറിൽ തന്നെ ആക്കി വെച്ചിട്ടാണ്.
പിന്നെ ഇതിൽ സ്പൂണ്, കയ്യിൽ, കത്തി അങ്ങനത്തെ ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ്സുകൾ, കുറച്ച് പാത്രങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ വെക്കും. അങ്ങനെ എല്ലായിടത്തായിട്ടൊക്കെ ഒതുക്കി വെക്കും. പിന്നെ ഗ്യാസിൻ്റെ ചുവട്ടിലുണ്ട് 2 ഇത്. അതിലൂടെ പച്ചക്കറി കൊട്ടയും പിന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ വെക്കും. പിന്നെ അവിടെ പിന്നെ ഇതാണ് കേട്ടോ സിങ്ക്. ഇവിടെ ഒരു ഫ്രിഡ്ജ്. അപ്പോൾ ഇതാ ഇവിടെ പിന്നെ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ആണ്. അപ്പോൾ അതിൻ്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വെള്ളം എടുക്കാറുള്ളത്. പിന്നെ ഫ്രിഡ്ജ് ഇതാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഒക്കെ നല്ല റാഹത്തുള്ളൊരു തന്നെയാണ്, റൂം തന്നെയാണ്. സിങ്ക് ഇവിടെ അങ്ങനെയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.